ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ്ങിന് പോവാണ്, ഇല്ല നമ്മൾ ഫ്രണ്ട്സുകളായിട്ട് ഒരു ഔട്ടിങ്ങിന് പോവാണ്, നീ ആദ്യം പോയി റെഡി ആയിട്ട് വാ എന്നിട്ട് ഞങ്ങൾ വരാം എന്ന് കേൾക്കുന്നവരാണോ നിങ്ങൾ? നമ്മളെ ഹെയർ ആയിരിക്കും നമുക്ക് പണി തരാം. അത്രയും ഡ്രൈ ആയിട്ടുള്ള ഹെയറിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്കും ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് ആദ്യം മുതലേ നമ്മൾ അതിനെ കെയർ ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഞാൻ പറയുകയാണെങ്കിൽ സൾഫേറ്റ് പാരാബിൻ ഫ്രീ ആയിട്ടുള്ള ഷാമ്പും മാസ്കും വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. ഷാമ്പു വാഷിന് ശേഷം ഇത്രയും ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ നമുക്ക് കണ്ടീഷണർ അത്ര സ്യൂട്ട് ആയിരിക്കില്ല. നമുക്ക് ഏറ്റവും നല്ലത് മാസ്ക് ആണ്. മാസ്ക് ഹെയറിന്റെ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യുക. ഇനിയും എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയർ ആണെങ്കിൽ ഈ മാസ്കിന്റെ കൂടെ നമുക്ക് ഏതൊരു സിറം ആയിക്കോട്ടെ അതൊരു 2-3 ഡ്രോപ്സ് സിറം ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് ആ ഒരു മിക്സ് ആയിരിക്കണം നമ്മളെ ഹെയറിന്റെ ലെങ്ത്തിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനിയും നമുക്ക് ആ ഒരു ഡ്രൈനെസ് ആ ഒരു ടാങ്കിൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടാങ്കിൾ കോമ്പൗണ്ട് ആ ഒരു വെറ്റ് ഹെയറിൽ തന്നെ പതുക്കെ പതുക്കെ കോംബ് ചെയ്തിട്ട് ആ ടാങ്കിൾ ഫ്രീ ആക്കാം. ഡ്രൈ ഹെയറിൽ നമ്മൾ കോംബ് ചെയ്യുന്നേക്കാം. ആ ഒരു സമയത്ത് നമ്മൾ കോംബ് ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ ഭയങ്കരമായിട്ട് ബ്രേക്കേജ് ഉണ്ടാവും. സെയിം ടൈം നമ്മൾ ആ ഒരു ഹെയർ വെറ്റ് ഹെയറിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ബ്രേക്കേജ് ഉണ്ടാവില്ല. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഡ്രൈ ഹെയറിന് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിനും ഈ ടിപ്പ് പറഞ്ഞു കൊടുത്തേക്ക്.